ഹലോ, ഇത് നമ്മളെ തിന വെച്ചിട്ട് കഞ്ഞി വെക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത്. തിന എന്ന് പറഞ്ഞാൽ ഫോക്സ് ടെയിൽ മില്ലറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് കഞ്ഞി വെക്കാൻ പോവാണ്. നമുക്ക് ഈ മില്ലറ്റ് എന്താ ചെയ്യാൻ പറ്റാതെ ഒരുപാട് പേര് ചോദിക്കലുണ്ട്. നമ്മൾ നോർമലി കഞ്ഞി വെക്കും, അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കുകയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് തിന വെച്ച് കഞ്ഞി വെക്കാൻ പോവാം. ഇത് വെച്ച് കഞ്ഞി വെക്കാൻ നമുക്ക് എളുപ്പമാട്ടോ. ഒന്നും വേറെ പ്രത്യേകിച്ച് ഉണ്ടാക്കാനുള്ള മടിയുള്ള ദിവസമോ അല്ലെങ്കിൽ നമുക്കിന്ന് രാവിലെ നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം തോന്നുന്ന ദിവസമൊക്കെ നമുക്ക് മില്ലറ്റ് വെച്ചിട്ട് കഞ്ഞിയോ ഉപ്പുമാവോ ഉണ്ടാക്കാം. ഇത് പാക്ക് ചെയ്ത് വെച്ചാട്ടോ പൊട്ടിക്കുന്നത്. നമ്മുടെ അടുത്ത് വേറെ പാക്ക് ചെയ്യാത്തൊന്നുമില്ല. മില്ലറ്റ് സാധനങ്ങളൊന്നും പാക്ക് ചെയ്യാതെ നമുക്ക് അങ്ങനെ എടുത്തു വെക്കാനായിട്ട് കൊള്ളത്തില്ല കേട്ടോ. അത് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ മില്ലറ്റ് പഴക്കം വരും, ഒരു പൂപ്പലുമണം പോലെ നമുക്ക് ഫീൽ ചെയ്യും. പൂപ്പലുമണം എന്ന് വെച്ചാൽ പൂപ്പലാണ് നല്ലത്, അതൊരു പഴക്കം ചെല്ലുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പം ഒരുപാട് പഴകിയ മില്ലറ്റാണെങ്കിൽ അങ്ങനെ ഒരു സ്മെല്ലുണ്ടാവും. നമ്മളെപ്പോഴും മില്ലറ്റ് എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും അത് നല്ലപോലെ സീൽ ചെയ്തേക്കുന്ന മില്ലറ്റാണെങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങാവുള്ളൂ. എവിടെ നിന്നാണെങ്കിലും ശരി, മില്ലറ്റ് തുറന്ന് വെച്ചേക്കുന്നതൊക്കെയാണ് പഴക്കം ചെന്നാൽ മില്ലറ്റിൻ്റെ ടേസ്റ്റ് പോവും. നമ്മുടെ ഇവിടെയൊക്കെ ഈ ചാമയൊക്കെ ഇവർ കുത്തുമൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിലും ഒരു വേണ്ട സമയത്ത് മാത്രമേ കുത്തിയെടുക്കുള്ളൂ. ഒരുപാട് കുത്തി വെക്കത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇപ്പോൾ 1 കിലോയുടെ കേട്ടോ എടുത്തത്, 1/2 കിലോയുടെ കഴിഞ്ഞിരിക്കുക. 1 കിലോയുടെ ഒരു പകുതി അത്രയും മതി നമുക്ക് രാവിലത്തേക്ക്. ഇതൊന്ന് കഴുകി അടുപ്പ് തരണം. തീയൊക്കെ കത്തിച്ചതേ ഉള്ളേ. ഇപ്പോൾ ആ തണുപ്പൊക്കെ രാവിലെ നല്ല അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തണുപ്പൊക്കെ മാറി ഇപ്പോൾ നല്ല വെയിലും ചൂടും മൊത്തം കരിഞ്ഞുണങ്ങി. ഒരു വേനലിൻ്റെ ഇത് നന്നായിട്ടുണ്ട്. നമുക്ക് വേനൽ മഴ ഒട്ടും കിട്ടിയില്ല കേട്ടോ ഈ വർഷം. നമ്മുടെ ഇവിടെ അടുത്ത് നമ്മുടെ ഈ ടൗൺ എന്ന് പറയും ഗോളിക്കട, അവിടെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് മാത്രമേ വേനൽ മഴ ഒട്ടും കിട്ടിയിട്ടില്ല കേട്ടോ. ഒന്ന് ചാറി പോകുന്നു എന്നല്ലാതെ മഴ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഇപ്പോഴും മഴക്കാറൊക്കെ ഉണ്ട്, മഴ ഒട്ടും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പല സ്ഥലത്ത് ഇപ്പം തന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും, എങ്ങനെ എപ്പോഴാണ് പെയ്യാന്നൊന്നും അറിയത്തില്ല. ഒന്ന് പെയ്താൽ നല്ലതാണ്. ഈ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക്, വാഴ അതുപോലെ തന്നെ പല കൃഷികളും ചെയ്യുന്നവർക്ക് ഇടയ്ക്കൊരു മഴ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സമാധാനം. ഇതല്ലെങ്കിൽ നനയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തോട്ടിലൊക്കെ എല്ലാവരും നനയ്ക്കും, തോട്ടിൽ വെള്ളവും പറ്റും. അങ്ങനെ തോട്ടിൽ നിന്ന് പകൽ സമയത്തൊക്കെ ഇനി വെള്ളം എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിയന്ത്രണം വരും. ഈ താഴെയുള്ളവർ ഒരുപാട് പേര് കുടിക്കുകയും ചെയ്യും. അപ്പോൾ കുടിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ഈ വെള്ളം വറ്റിപ്പോയി കഴിഞ്ഞാൽ. അങ്ങനെ നിയന്ത്രണങ്ങളാവും. ഒരു മഴയൊക്കെ കിട്ടി കുറച്ചൊരു തണുപ്പ് നനവൊക്കെ ആയാൽ നല്ലതായിരുന്നു. ഇപ്പോൾ രാവിലെ ഒരു കുറച്ച് ചെറിയതായിട്ടൊരു തണുപ്പുണ്ടായിരുന്നു. വലിയ കാര്യമായിട്ടല്ല, നമുക്കൊന്നും കുഴപ്പമില്ല. കുറച്ച് വെയിലങ്ങ് തെളിയാൻ തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നല്ല ചൂടായി തുടങ്ങുമേ. മഴക്കാറും കൂടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ചൂടുണ്ട്. ഇതൊന്ന് കഴുകി അടുപ്പത്തിടട്ടെ. തിന ഒരു മഞ്ഞ കളറിലാണ്. തിന കഴിക്കുന്നത് ഈ കിളിക്ക് കൊടുക്കുന്നതാണോ എന്ന്. ഇത് നമുക്ക് കഴിക്കാനുള്ളത് തന്നെയാണ് കേട്ടോ. രണ്ടും എന്ന് വെച്ചാൽ മറ്റേത് ഈ ഇതിൻ്റെ പുറമേയുള്ള തവിട് കളയാത്തതും പിന്നെ തവിട് കളഞ്ഞതുമാണ്. ഒന്ന് ഇടഞ്ഞ് വാരി എടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതിൽ കല്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മില്ലറ്റുകളിൽ എപ്പോഴും കല്ല് കൂടുതലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് മോടുന്ന് ഇങ്ങനെ വാരി എടുത്തു കഴിഞ്ഞാൽ കല്ലുണ്ടെങ്കിൽ അടിയിൽ പോയി കിടന്നോളും. കൈകൊണ്ട് ഇടയുമ്പോൾ അറിയാൻ പറ്റും കല്ലുണ്ടെങ്കിൽ. ലാസ്റ്റ് ആവണം. വലിയ പാത്രത്തിലോട്ടിട്ടൊന്ന് ഇടഞ്ഞ് വാരി എടുക്കാൻ വേണ്ടി. തനിക്കുഞ്ഞിന് മില്ലറ്റ് വെച്ചിട്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയാൽ കുഴഞ്ഞു പോയ ആൾ കഴിക്കില്ല കേട്ടോ. കുഴയാതെ എടുക്കണം. ഒന്നെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട്, അല്ലെങ്കിൽ വേവിച്ച് വെള്ളമില്ലാതെ ഒരു കുറച്ച് വേവിൽ പിന്നെ ഉപ്പുമാവ് അങ്ങനെ ഉണ്ടാക്കണം. പിന്നെ നമുക്ക് വെള്ളത്തിലിട്ട് വേവിച്ചാണെങ്കിലും ഉണ്ടാക്കാം, പക്ഷെ ഒരുപാട് വെന്ത് പോവാതെ വെള്ളം കുഴയാതെ നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങാനും കുഴഞ്ഞു പോയാൽ പിന്നെ ആൾ കഴിക്കത്തില്ല. ആൾക്ക് കുഴഞ്ഞ അങ്ങനത്തെ ഭക്ഷണമൊന്നും ഇഷ്ടമല്ല. കഞ്ഞിയാണെങ്കിൽ നല്ല ഇഷ്ടം കേട്ടോ. ചിലപ്പോൾ കഞ്ഞി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ദിവസം ഫുള്ള് വേണമെങ്കിൽ കഞ്ഞി കഴിച്ചോളും. കഞ്ഞി വെക്കുക, ഒരു തോരൻ എന്തെങ്കിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ കഴിച്ചോളും. നമുക്ക് ഈ മില്ലറ്റ് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇതിൽ ഈ ഷുഗറിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഒക്കെ കുറവായതുകൊണ്ട് ഷുഗർ ലെവലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, അതുപോലെ തന്നെ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടി നല്ലതാണ്. ഫൈബർ ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. പിന്നെ ഈ നമുക്ക് ദഹന പ്രക്രിയയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടി നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുള്ള മില്ലറ്റ് കേട്ടോ. ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ്. നമ്മുടെ
സമയത്ത് ഇതിൻ്റെ കുറച്ച് അവലുകളും ഉണ്ടേ, കുതിരവാലിയുടെയും ഇപ്പം ചാമയുടെയൊക്കെ അവല് കിട്ടിയിട്ടുണ്ട്. ചാമയുടെയൊക്കെ അവല് എനിക്കിഷ്ടമാണ് കേട്ടോ. ചാമ, കുതിരവാലി, ഗോതമ്പ് അതിൻ്റെ നല്ല ഇഷ്ടമാണ്. നല്ലൊരു കഴിക്കാൻ നല്ല രസമാണ്. പിന്നെ മണിച്ചോളത്തിൻ്റെയൊക്കെ നമ്മൾ ഇതൊക്കെ വറുത്തിട്ടാട്ടോ കൂടുതലും കഴിക്കുന്നത്. വറുത്തിട്ട് തേങ്ങയൊക്കെ ചിരകിയിട്ട് മധുരവും ഏലക്കാപ്പൊടി ജീരകം ഇട്ട് അങ്ങനെയാണ് കൂടുതലും കഴിക്കൽ. അതിൽ മണിച്ചോളം കുഴപ്പമില്ല. റാഗിയുടെ പിന്നെ അതിന് കൂടുതൽ തവിട് ഉള്ളതുകൊണ്ട് കഴിക്കാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ നല്ലതാണ് കഴിച്ചാൽ. ഇതിവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പോയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് വരാം. കഞ്ഞി അടുപ്പത്തിട്ട് വാനില പരാഗണം ചെയ്യാൻ വന്നോട്ടോ. രാവിലെ വാനില ഒന്ന് പരാഗണം ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരുപാടൊന്നുമില്ല ചെയ്യാനായിട്ട്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഉള്ളതങ്ങ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് വാനില കുറച്ച് കഴിയുമ്പോൾ കിട്ടും. നമുക്ക് വാനില പാലിൽ ചായയിലൊക്കെ ഇട്ടിട്ട് ചായ കുടിക്കാം. കൊടുക്കാനുള്ളതൊന്നും കിട്ടത്തില്ല കേട്ടോ, അതിനുള്ളതൊന്നും ഇല്ലേ. ഇവിടെയൊക്കെ ഇട്ടാലുണ്ടാവും. നമ്മൾ പച്ച, ഇവിടെ കച്ചവടക്കാരാണെങ്കിലും പച്ച വാനിലയാട്ടോ എടുക്കുക. പച്ചയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല റേറ്റുണ്ട്. സാധനം ഉണക്കിയിട്ടൊക്കെ ആണെങ്കിൽ 10, 20,000, 30,000 അങ്ങനെയൊക്കെ ആട്ടോ ഇതിൻ്റെ റേറ്റ് കണ്ടേക്കുന്നത്. 1 കിലോ ഉണക്ക വാനിലയുടെ റേറ്റാണ്. പക്ഷേ ഈ സാധനം ഉണങ്ങി വരുമ്പോൾ ഒരുപാട് വേണം കേട്ടോ. 1 കിലോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിലേ നല്ല റേറ്റുണ്ട്. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് പണിയെടുക്കണം. ഉണക്കുന്നതിന് നല്ല പണിയാണ്. വാനില എങ്ങനെ ഉണക്കുക വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഉള്ളിലൊരു ഓയിലുണ്ട്, അത് നഷ്ടപ്പെടാതെ വേണം ഉണക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെയൊന്നും ആരും അങ്ങനെ ഉണക്കലൊന്നുമില്ല. വീട്ടാവശ്യത്തിന് വേണ്ടത് മാത്രം ഉണക്കി വെക്കും. അല്ലാത്തൊക്കെ പച്ചയായിട്ട് തന്നെ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് എങ്ങനെ ഉണക്കുന്നതെന്നും എനിക്കറിയത്തില്ല. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടതേ ഉള്ളൂ കേട്ടോ ഉണക്കുന്ന കാര്യങ്ങളൊക്കെ. നമ്മൾ പരാഗണം ചെയ്യുന്ന സമയത്ത് പൂവൊന്ന് ആദ്യം കീറിയിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ പൂമ്പൊടി ഉള്ളത്. അപ്പോൾ ഇത് മുകളിലോട്ട് പൊക്കി കഴിയുമ്പോൾ ഇത് തുറക്കും. അപ്പോൾ ഈ വാനിലയുടെ ഈ പൂമ്പൊടി താഴോട്ട് പോകും. എന്നിട്ട് അതിലോട്ട് അങ്ങ് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൂമ്പൊടി പോവാതെ ചമർത്തി കൊടുക്കുക. കുറച്ച് മുരിങ്ങയില എടുക്കാനായിട്ട് വന്നതാണ്. നമുക്ക് രാവിലെ കുറച്ച് തോരൻ വെക്കാം, അപ്പോൾ കഴിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് കറി നോക്കട്ടെ. ചിലപ്പോൾ മുരിങ്ങയില കൂടുതലും കറി വെച്ചാലാട്ടോ കഴിക്കുക. തോരൻ വെച്ചാൽ ആരും കഴിക്കാൻ മടിയാണ്. അപ്പോൾ രാവിലത്തേക്ക് വേണ്ടി കുറച്ച് തോരൻ വെക്കുന്നുണ്ട്. പിന്നെ ഇതാക്കി വെച്ചാൽ കറി വെച്ച് വെക്കാം. ജീരകം തിരുമ്മിയിട്ടുണ്ട്. ഒന്ന് മണമൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ജീരകം കൂടെ ഇട്ടു. നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ വഴട്ടിയിട്ട് അപ്പോൾ മുരിങ്ങയില ഇടുവാണ് അതിലേക്ക്. കഞ്ഞി കഴിക്കാനെടുത്തേ. തനുക്കുഞ്ഞ് കഴിച്ചു കഴിഞ്ഞു. നല്ലതാണോ? അമ്മ ഫസ്റ്റ് കഴിച്ചില്ല. നല്ലതാണോ കഞ്ഞി? കഞ്ഞി കഴിക്കാനെടുത്തേ. തനുക്കുഞ്ഞ് കഴിച്ചു കഴിഞ്ഞു. നല്ലതാണോ? അമ്മ ഫസ്റ്റ് കഴിച്ചില്ല. നല്ലതാണോ കഞ്ഞി? വെളുത്തുള്ളി അച്ചാറും എടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ കഴിക്കാൻ. നമ്മൾ അച്ചാറുകൾ ഇട്ടിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് തോന്നിയത് വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ. ഒന്നാമത് ബാക്കിയുള്ള അച്ചാറൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതും വെളുത്തുള്ളി അച്ചാർ അങ്ങനെ ഇട്ടിട്ടേ ഇല്ല. അതുകൊണ്ടാണോന്ന് അറിയില്ല. പണ്ടേ എനിക്ക് വെളുത്തുള്ളി അച്ചാർ ഇഷ്ടമാണ്. നമ്മളെ
കാശ്മീരി മുളക് പറിക്കാനായിട്ട് വന്നതാണേ. നമ്മൾ നട്ട കാശ്മീരി മുളക് മൊത്തം വന്നിട്ടുണ്ട്. ഇവിടെ ഈ അട്ടപ്പാടിയിൽ കാശ്മീരി മുളക് ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. ഇത് ഈ കാലാവസ്ഥയൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമായിരിക്കുമല്ലോ. അല്ല, അവിടുത്തെ കാലാവസ്ഥയിലായിരിക്കും ചിലപ്പോൾ നന്നായിട്ടുണ്ടാവുക. നമ്മുടെ ഇവിടെ എങ്ങനെ ഉണ്ടാവുക, അത് മുളയ്ക്കുമോ, അത് കായ ഉണ്ടാവുമോ, അത് പിടിച്ച് കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കാശ്മീരി ചില്ലി കാശ്മീരി മുളക് പാകിയ ഭാഗത്ത് മാത്രം അത് ശരിക്കും നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഇച്ചിരി പയ്യ സാധാ മുളക് പോലെയൊന്നും അത്ര പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ സാധാ മുളക് ഇപ്പുറത്തിട്ട് നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കാശ്മീരി മുളക് നമ്മൾ ഇവിടെ 2 തൊട്ടിയിലായിട്ട് നട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 പ്രാവശ്യമായിട്ട് നട്ടേക്കുന്നത്. അപ്പോൾ മുകളിലത്തെ തൊട്ടിയിൽ ഒരുവിധം എല്ലായിടത്തും പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാശ്മീരി മുളക്. അപ്പം നമ്മളങ്ങനെ നമ്മുടെ അട്ടപ്പാടിയിൽ നിന്ന് കാശ്മീരി മുളക് വിളവെടുപ്പ് നടത്തുവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നന്നായിട്ട് പഴുത്ത് വരുമ്പോൾ ഈ മയിൽ വന്ന് കൊത്തുന്നുണ്ട് കേട്ടോ. മയിൽ കൊത്തി തിന്ന് നാശാക്കി കളയുന്നുണ്ട് ഒരു സൈഡ്. ഒരുവിധം പഴുത്തൊക്കെ പറിച്ചെടുക്കുവാണെങ്കിൽ നമുക്കിത് ഉണക്കിയെടുക്കാം. കുറച്ച് വിത്തും കൂടെ നമുക്ക് ഇടണം. നല്ല മുളകാണ് പൊടിപ്പിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് മുളക് അവിടേക്ക് ഇടണം. പാകണം തയ്യേ. ഇതുണ്ടോ, ഈ ചെടിയിലൊക്കെ മൊത്തം പഴുത്തേ. നമുക്ക് നനച്ചൂടെ കൊടുക്കണം. നല്ല വെയിലൊക്കെ ആയതുകൊണ്ടേ നന്നായിട്ട് വേണം. ഇപ്പോൾ ഇത് കണ്ടോ, മയിൽ തിന്നിട്ട് പോണേ. കുറേ തിന്നായിരുന്നു കേട്ടോ. ആദ്യമേയൊക്കെ പഴുത്തത് നന്നായിട്ട് പഴുക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പോയതൊക്കെ ആദ്യമേ അങ്ങ് മയിൽ തിന്നു. പിന്നെ ഉള്ളത് ഇനി ഒരുവിധം പഴുത്തൊക്കെ പറിച്ചുകൊണ്ട് പോവാണ്. മയിലിന് കൊടുക്കുന്നില്ല. കഷ്ടപ്പെട്ട് പഞ്ചാബിൽ നിന്ന് മുളക് കൊണ്ടുവന്ന് ഇവിടെ പാകി കിളിപ്പിച്ച് അത് മുളകായപ്പോൾ വന്ന് മയിൽ തിന്നിട്ട് പോവുക. എന്താണ് കഷ്ടമല്ലേ. ഇതുണ്ടോ, ഈ ചെടിയിലൊക്കെ മൊത്തം പഴുത്തേ. നമുക്ക് നനച്ചൂടെ കൊടുക്കണം. നല്ല വെയിലൊക്കെ ആയതുകൊണ്ടേ നന്നായിട്ട് വേണം. ഇപ്പോൾ ഇത് കണ്ടോ, മയിൽ തിന്നിട്ട് പോണേ. കുറേ തിന്നായിരുന്നു കേട്ടോ. ആദ്യമേയൊക്കെ പഴുത്തത് നന്നായിട്ട് പഴുക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പോയതൊക്കെ ആദ്യമേ അങ്ങ് മയിൽ തിന്നു. പിന്നെ ഉള്ളത് ഇനി ഒരുവിധം പഴുത്തൊക്കെ പറിച്ചുകൊണ്ട് പോവുകയാണ്. മയിലിന് കൊടുക്കുന്നില്ല. കഷ്ടപ്പെട്ട് പഞ്ചാബിൽ നിന്ന് മുളക് കൊണ്ടുവന്ന് ഇവിടെ പാകി കിളിപ്പിച്ച് അത് മുളകായപ്പോൾ വന്ന് മയിൽ തിന്നിട്ട് പോവുക. എന്താണ് കഷ്ടമല്ലേ. ഇത് നന്നായിട്ട് പഴുത്തേ മുളകേ. ഇതുണ്ടോ, അതിൻ്റെ ഒരു സൈഡപ്പത്തേക്ക് മയിൽ നിന്നിട്ട് വേണം. ഈ മയിൽ നിന്നൊക്കെ നമ്മൾ വിത്തിലെടുക്കും കേട്ടോ. വിത്ത് മാത്രം എടുക്കും. ഇത് നമ്മൾ താഴത്തെ തൊട്ടിയിൽ നട്ട മുളകാണ്. ഇതെല്ലാം ഇങ്ങനെ പഴുത്ത് തുടങ്ങുന്നേ ഉള്ളേ. മുകളിലത്തെ അത്ര ഇത് പഴുത്തിട്ടില്ല. ഇത് നമ്മൾ കുറച്ചുകൂടെ വൈകിട്ടാണ് കേട്ടോ നട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മയിൽ പഴുത്ത് അപ്പം തന്നെ തിന്നോട്ടോ. കാരണം കുറച്ചുകൂടെ താഴോട്ടാണിത്. അപ്പം അത്ര കൂടെ നമുക്ക് മുകളിലുള്ള അത്ര കൂടെ നോട്ടം കിട്ടത്തില്ല. വരുന്നത് പഴുത്ത് വരുമ്പോൾ തന്നെ മയിൽ വന്ന് ഇതുണ്ടോ, വലിയ മുളകായിരുന്നു. അതൊക്കെ തിന്നിട്ട് പോയി. മോരുകറി വെക്കാനായിട്ട് പോവുകയാണേ. മോരുകറി പിന്നെ ഉണക്കമീൻ വറക്കാനായിട്ട് പോവാണ് കേട്ടോ. അരയ്ക്കാനായിട്ട് എടുത്തേക്കുന്നത് വെളുത്തുള്ളി, ജീരകം, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെ ആട്ടോ അരച്ചെടുക്കുന്നത്. അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മോരുകറി ആയിട്ടുണ്ടേ. അരപ്പ് മൂപ്പിച്ചിട്ടുള്ള ഒരു ടൈപ്പ് മോരുകറി ആട്ടോ ഇത്. കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ മൂപ്പിച്ചിട്ടിട്ടുണ്ടല്ലേ. ഇനി ഇറക്കട്ടെ. ഉണക്കമീൻ കഴുകി പൊടിയൊക്കെ ഇട്ടിട്ട് കൊണ്ടുവന്നതാണ്. നമുക്ക് തിങ്കളാഴ്ച പച്ചമീൻ കിട്ടത്തില്ല. തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ മീൻകാരൻ ചേട്ടനന്ന് ലീവാണ്. ഞായറാഴ്ച ദിവസം ഇവിടെ ഉള്ളവരൊക്കെ ഇറച്ചിയും മീനും ഒക്കെ വാങ്ങും. പിന്നെ പിറ്റേ ദിവസം ആരും വാങ്ങത്തില്ല എന്ന് പറഞ്ഞ് തിങ്കളാഴ്ചയാണ് ചേട്ടൻ ലീവ് എടുക്കുക. ഞായറാഴ്ചയും വരും. അപ്പം ഉണക്കമീൻ വറക്കാമെന്ന് വെച്ചാൽ പച്ചമീൻ വരുവാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ച്. വേറെ ഏതെങ്കിലും വണ്ടി വരികയാണെങ്കിൽ. ഈ ചേട്ടൻ വരുന്നതുകൊണ്ട് വേറെ ആരും അങ്ങനെ വരത്തില്ല കേട്ടോ. രാവിലെ വന്ന് എല്ലാവരും മീൻ വാങ്ങുകയും ചെയ്യും ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന്. പിന്നെ അങ്ങനെ വണ്ടികൾ വരല് വളരെ കുറവായി ഭാഗമായിട്ട് തന്നെ. മുമ്പ് മോരുകറി ഇങ്ങനെ വെക്കുവാണെങ്കിൽ
വേറെ ടേസ്റ്റ് ആട്ടോ. നോർമൽ നമ്മൾ മോര് കാച്ചുന്ന ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ ഇതിനുണ്ടാവുക. മൂപ്പിച്ച് വെക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കണ്ണിമാങ്ങ അച്ചാറിട്ടേക്കുന്നത് കുറച്ച് അതിൻ്റെ ഞെടുപ്പ് നീട്ടിയിട്ടാണ്. ചോന പൊട്ടിച്ച് ഇതിലൊഴിച്ചിട്ടില്ല. കാട്ടുകണ്ണിമാങ്ങ ആയതുകൊണ്ട് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ ഞെടുപ്പ് പൊട്ടിച്ച് അതിൻ്റെ ചോന അച്ചാറിൽ ആക്കണം. ഇതപ്പം കഴിക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിടിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. മാങ്ങയിലോട്ട് ശരിക്കും പിടിച്ചിട്ടില്ല. കുറച്ച് ദിവസം ഇരുന്നാലേ നന്നായിട്ട് മാങ്ങയിലോട്ട് പിടിക്കത്തുള്ളൂ. ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണേ. കുറച്ച് അധികം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിതിലിപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത് അരിയും പഴവും പപ്പടമാണ്, പാളയംകോടൻ പഴവും, പിന്നെ ഒരു ഇച്ചിരി പപ്പടവും എടുത്തിട്ടുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേറ്റപ്പോൾ അപ്പം തന്നെ എടുത്ത് അരി വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ. നേരത്തെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നേരത്തെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കുതിരാതിരിക്കേണ്ടല്ലോ എന്ന് നേരത്തെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടേ നമുക്ക് കൊടുത്തു വിടണം. എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും അച്ഛയൊക്കെ പലിയറയിൽ നിന്ന് അമ്മയും അച്ഛനും ഇവരെല്ലാവരും കൂടെ കാശിക്ക് പോവാണ്. ഈ രാമക്ഷേത്രം കാണുക, അങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് പോവുക. ഇവരെങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എറണാകുളത്തിന് വണ്ടിയിൽ പോവും. ഇവിടെ നിന്ന് ഒരു വണ്ടി വിളിച്ചിട്ട് അതിൽ പോവുകയാണ്. പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത്. നമ്മളൊരു ഏജൻസിയിൽ കോൺടാക്ട് ചെയ്തൊരു പാക്കേജ് എടുത്താണ്. പക്ഷെ അവരുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളത്ത് നിന്ന് നമ്മുടെ ഫ്ലൈറ്റിലാണേ പോകുന്നത്. അപ്പം ഇവരിവിടെ നിന്ന് വണ്ടിയിൽ പോവും. എന്നിട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് അവിടെ നിന്ന് അങ്ങനെ ഇവർ ഇങ്ങോട്ട് പോവുകയാണ്. ഏത് സ്ഥലം? ഉത്തർപ്രദേശോ? അയോധ്യ, ഉത്തർപ്രദേശ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. സാധാരണ ഇവർ ഫ്ലൈറ്റ് ഈ പാക്കേജ് എടുത്ത് അവർ എല്ലാ ഭക്ഷണവും ഇവിടെ നിന്ന് ഒരു ഫ്ലൈറ്റിൽ കയറിയ മുതൽ എല്ലാ കാര്യം അവർ നോക്കണം. പക്ഷേ രാവിലെ സമയത്ത് ഈ തണുത്ത സാൻഡ്വിച്ച് അല്ലേ, അപ്പോൾ നിങ്ങൾ മാക്സിമം കഴിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുത്ത പൈസയിൽ നിന്ന് കുറച്ച് റിട്ടേൺ അതിനുള്ള പൈസ നമുക്ക് തിരിച്ചും തരുവേ. ഇതെങ്ങനെയാണ് ഈ പാക്കേജ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസത്തെ യാത്രയാണ്. അപ്പം ഒരു ദിവസം അങ്ങനെ ഒരു 4 മണി, ഒരു 3 മണി സമയമൊക്കെ, ഒരു വെളുപ്പാങ്കല സമയമായിട്ട് ഒരു 3 മണി സമയമൊക്കെ ആയിട്ടുണ്ടാകും. ആ സമയത്ത് പെട്ടെന്ന് ഞാൻ സ്വപ്നം കണ്ടു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേരൊക്കെ വലുതായി, അച്ഛനും അമ്മയൊന്നും ഇല്ല, അവരൊന്നും ഇല്ലാത്ത ഒരു കുറേ കാലം കഴിഞ്ഞിട്ടുള്ളൊരു സ്വപ്നം കണ്ടു കേട്ടോ. അതിൽ ഞാനെന്താ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ കാശിക്ക് പോകണം എന്നുള്ളത്. അല്ലെങ്കിൽ കാശി ഇങ്ങനെ അമ്പലങ്ങളിൽ കൂടെ പോവുക. ഇവർക്ക് ഈ ഏറ്റവും ദൂരം പോയിരിക്കുന്ന മധുര മീനാക്ഷി ക്ഷേത്രമൊക്കെ കാണാനൊക്കെ ആയിട്ടാണ്. അതും 2 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ വേറെ അവർക്ക് അങ്ങനത്തെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. വേറെയുള്ള ഓപ്ഷൻസ് അങ്ങനെ ഇല്ല. വേറെ ട്രിപ്പുകളൊന്നും നമ്മളിവിടെ നിന്ന് അങ്ങനെ പോകലില്ല. അമ്പലങ്ങളിലായ തീർത്ഥാടനം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇവരൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ, ഇത് സാധിച്ചു കൊടുത്തില്ലല്ലോ എന്ന് ഭയങ്കര ഒരു എന്താ പറയുക, ഇങ്ങനെ ഞാനത് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അപ്പം തന്നെ ഞെട്ടി എഴുന്നേറ്റും ഫോൺ എടുത്തിട്ട് കുറേ ഇത് തന്നെ ആട്ടോ നോക്കിയത്. നമ്മുടെ ഈ അയോധ്യ അല്ലെങ്കിൽ അവിടെ രാമക്ഷേത്രം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഞാൻ നോക്കിയതിരുന്നത്. അവിടെയൊക്കെ നോക്കി കുറേ പാക്കേജ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്കൊരു മലയാളി ടൂർ ഗൈഡ് ഉള്ള പാക്കേജ് നോക്കി, റേറ്റ് കാര്യങ്ങൾ നോക്കി. പിന്നെ ട്രെയിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസങ്ങളാവും. എന്തായാലും എങ്ങനെയാണെങ്കിലും ഇനി ലോൺ എടുത്തിട്ടാണ് ശരി ഇവരെ കാശിക്ക് കൊണ്ടതെന്ന് വിചാരിച്ചു. ഫ്ലൈറ്റാണ് 2 സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ്, 5 ദിവസത്തെ ട്രിപ്പ്, അങ്ങനെ എല്ലാം നോക്കിയിട്ട് അവസാനം നമുക്ക് ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞൊരു അവരുടെ പാക്കേജ് ആട്ടോ എടുത്തിരിക്കുന്നത്. എങ്ങനെ അവരുടെ ട്രിപ്പ് കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എല്ലാം AC ബസ്സായിരിക്കും. അവരുടെ AC റൂം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇവർ ട്രിപ്പ് പോയി കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിയുമ്പോൾ അതെങ്ങനെയായിരുന്നു, അവരുടെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അപ്പോൾ പറയാം കേട്ടോ. ഇവർ പോകാനായിട്ട് അപ്പോൾ നിൽക്കുന്നേ ഉള്ളൂ. എല്ലാ ഡ്രസ്സും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ച് അവർ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അമ്മയ്ക്ക് അച്ഛനും ചെറിയ ജലദോഷം ഉണ്ട്. അതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ജലദോഷം പിടിച്ചു. എല്ലാവർക്കും ഒരു ജലദോഷം പോലെ വന്നപ്പോൾ അവർക്കും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. നമുക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമായിരുന്നു ഉണ്ണിയേട്ടനും എനിക്ക്. അതുപോലെ അണ്ണനാണേലും ശ്രീകുട്ടി എല്ലാവരും പറയുന്നത് നമുക്ക് ഇവരെ ലക്ഷദ്വീപ് കൊണ്ടുപോകണം. പക്ഷെ കടൽ നമ്മളാരും അങ്ങനെ കാണലെന്നില്ല, വല്ലപ്പോഴും കാണുള്ളൂ. പക്ഷേ ലക്ഷദ്വീപ് വേറൊരു ഫീലാണ്. അത്രയും എന്താ പറയുക, നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സുകൊണ്ട് അവിടെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അവിടുത്തെ വെള്ളമായാലും കാണുമ്പോൾ നല്ല വൃത്തിയുള്ള വെള്ളവും അതേപോലത്തെ ആൾക്കാരായാലും നമുക്ക് ആ സ്ഥലം അങ്ങ് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അവിടെയും കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ഇവർക്ക് ഇഷ്ടമാവുക ഇങ്ങനത്തെ സ്ഥലമായിരിക്കും. എന്നാൽ ഇവർ പോയിട്ട് വരട്ടെ എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു പാക്കേജിൻ്റെ റേറ്റ് നമുക്ക് ഇവർക്ക് 39 വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒരാൾക്ക്. മൊത്തത്തിലുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും
റൂമും ഫുഡ് എല്ലാം. പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. അപ്പോൾ നമ്മൾ എന്തായാലും എങ്ങനെയും ഇവരെ വിടണമെന്ന് വിചാരിച്ച് അപ്പോൾ 4 പേരെയും കൂടെ പറഞ്ഞു വിടുവാണ്. അച്ഛനമ്മമാരെ 4 പേരെയും കൂടെ എറണാകുളം വരെ ഇവരെ ഇവിടുന്ന് പോകണം. അത് ഭക്ഷണം അതിൻ്റെ ഒരു കാര്യം മാത്രം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. രാവിലത്തെ ഭക്ഷണം ആ സമയത്ത് കിട്ടുമോ, അവിടെ കിട്ടുമോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. നമ്മളിന്ന് ആ സമയത്ത് ഇതുവരെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ അറിയത്തില്ല കേട്ടോ. ഫുഡ് കിട്ടുമോ എന്ന് വെളുപ്പാങ്കാലത്തെ സമയത്തൊക്കെ ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇവർ 4 മണി സമയത്തൊക്കെ ഇവിടെ നിന്ന് ഒരു ഫ്ലൈറ്റിൽ കയറിയ മുതൽ എല്ലാ കാര്യം അവർ നോക്കണം. പക്ഷേ രാവിലെ സമയത്ത് ഈ തണുത്ത സാൻഡ്വിച്ച് അല്ലേ, അപ്പോൾ നിങ്ങൾ മാക്സിമം കഴിച്ചിട്ട് വരാനായിട്ടൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുത്ത പൈസയിൽ നിന്ന് കുറച്ച് റിട്ടേൺ അതിനുള്ള പൈസ നമുക്ക് തിരിച്ചും തരുവേ. ഇതെങ്ങനെയാണ് ഈ പാക്കേജ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസത്തെ യാത്രയാണ്. അപ്പം ഒരു ദിവസം അങ്ങനെ ഒരു 4 മണി ഒരു 3 മണി സമയമൊക്കെ, ഒരു വെളുപ്പാങ്കല ഒരു സമയമായിട്ട് ഒരു 3 മണി സമയമൊക്കെ ആയിട്ടുണ്ടാകും. ആ സമയത്ത് പെട്ടെന്ന് ഞാൻ സ്വപ്നം കണ്ടു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേരൊക്കെ വലുതായി, അച്ഛനും അമ്മയൊന്നും ഇല്ല, ഒരു അവരൊന്നും ഇല്ലാത്ത ഒരു കുറേ കാലം കഴിഞ്ഞിട്ടുള്ളൊരു സ്വപ്നം കണ്ടു കേട്ടോ. അതിൽ ഞാനെന്താ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ കാശിക്ക് പോകണം എന്നുള്ളത്. അല്ലെങ്കിൽ കാശി ഇങ്ങനെ അമ്പലങ്ങളിൽ കൂടെ പോവുക. ഇവർക്ക് ഈ ഏറ്റവും ദൂരം പോയിരിക്കുന്ന മധുര മീനാക്ഷി ക്ഷേത്രമൊക്കെ കാണാനൊക്കെ ആയിട്ടാണ്. അതും 2 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ വേറെ അവർക്ക് അങ്ങനത്തെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. വേറെയുള്ള ഓപ്ഷൻസ് അങ്ങനെ ഇല്ല. വേറെ ട്രിപ്പുകളൊന്നും നമ്മളിവിടെ നിന്ന് അങ്ങനെ പോകലില്ല. അമ്പലങ്ങളിലായ തീർത്ഥാടനം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇവരൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ, ഇത് സാധിച്ചു കൊടുത്തില്ലല്ലോ എന്ന് ഭയങ്കര ഒരു എന്താ പറയുക, ഇങ്ങനെ ഞാനത് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അപ്പം തന്നെ ഞെട്ടി എഴുന്നേറ്റും ഫോൺ എടുത്തിട്ട് കുറേ ഇത് തന്നെ ആട്ടോ നോക്കിയത്. നമ്മുടെ ആ അയോധ്യ അല്ലെങ്കിൽ അവിടെ രാമക്ഷേത്രം അങ്ങനെ എല്ലാ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഞാൻ നോക്കിയതിരുന്നത്. അവിടെയൊക്കെ നോക്കി കുറേ പാക്കേജ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്കൊരു മലയാളി ടൂർ ഗൈഡ് ഉള്ള പാക്കേജ് നോക്കി, റേറ്റ് കാര്യങ്ങൾ നോക്കി. പിന്നെ ട്രെയിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസങ്ങളാവും. എന്തായാലും എങ്ങനെയാണേലും ഇനി ലോൺ എടുത്തിട്ടാണ് ശരി വരെ കാശിക്ക് കൊണ്ടതെന്ന് വിചാരിച്ചു. ഫ്ലൈറ്റാണ് 2 സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ്, 5 ദിവസത്തെ ട്രിപ്പ്, അങ്ങനെ എല്ലാം നോക്കിയിട്ട് അവസാനം നമുക്ക് ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞൊരു അവരുടെ പാക്കേജ് ആട്ടോ എടുത്തിരിക്കുന്നത്. എങ്ങനെ അവരുടെ ട്രിപ്പ് കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എല്ലാം AC ബസ്സായിരിക്കും, അവരുടെ AC റൂം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇവർ ട്രിപ്പ് പോയി കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിയുമ്പോൾ അതെങ്ങനെയായിരുന്നു, അവരുടെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അപ്പോൾ പറയാം കേട്ടോ. ഇവർ പോകാനായിട്ട് അപ്പോൾ നിൽക്കുന്നേ ഉള്ളൂ. എല്ലാ ഡ്രസ്സും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ച് അവർ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അമ്മയ്ക്ക് അച്ഛനും ചെറിയ ജലദോഷം ഉണ്ട്. അതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ജലദോഷം പിടിച്ചു. എല്ലാവർക്കും ഒരു ജലദോഷം പോലെ വന്നപ്പോൾ അവർക്കും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരേറ്റവും വലിയൊരു ആഗ്രഹമാണ്. നമുക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമായിരുന്നു ഉണ്ണിയേട്ടനും എനിക്ക്, അതുപോലെ അണ്ണനാണേലും ശ്രീകുട്ടി എല്ലാവരും പറയുന്നത് നമുക്ക് ഇവരെ ലക്ഷദ്വീപ് കൊണ്ടുപോകണം. പക്ഷെ കടൽ നമ്മളാരും അങ്ങനെ കാണലെന്നില്ല, വല്ലപ്പോഴും കാണുള്ളൂ. പക്ഷേ ലക്ഷദ്വീപ് വേറൊരു ഫീലാണ്. അത്രയും എന്താ പറയുക, നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സുകൊണ്ട് അവിടെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അവിടുത്തെ വെള്ളമായാലും കാണുമ്പോൾ നല്ല വൃത്തിയുള്ള വെള്ളവും അതേപോലത്തെ ആൾക്കാരായാലും നമുക്ക് ആ സ്ഥലം അങ്ങ് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അവിടെയും കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ഇവർക്ക് ഇഷ്ടമാവുക ഇങ്ങനത്തെ സ്ഥലമായിരിക്കും. എന്നാൽ ഇവർ പോയിട്ട് വരട്ടെ എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു പാക്കേജിൻ്റെ റേറ്റ് നമുക്ക് ഇവർക്ക് 39 വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒരാൾക്ക്. മൊത്തത്തിലുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും റൂമും ഫുഡ് എല്ലാം. പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. അപ്പോൾ നമ്മൾ എന്തായാലും എങ്ങനെയും ഇവരെ വിടണമെന്ന് വിചാരിച്ച് അപ്പോൾ 4 പേരെയും കൂടെ പറഞ്ഞു വിടുവാണ്. അച്ഛനമ്മമാരെ 4 പേരെയും കൂടെ എറണാകുളം വരെ ഇവരെ ഇവിടുന്ന് പോകണം. അത് ഭക്ഷണം അതിൻ്റെ ഒരു കാര്യം മാത്രം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. രാവിലത്തെ ഭക്ഷണം ആ സമയത്ത് കിട്ടുമോ, അവിടെ കിട്ടുമോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. നമ്മളിന്ന് ആ സമയത്ത് ഇതുവരെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ അറിയത്തില്ല കേട്ടോ. ഫുഡ് കിട്ടുമോ എന്ന് വെളുപ്പാങ്കാലത്തെ സമയത്തൊക്കെ ഒരു നെയ്യിലാട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്, അത് നെയ്യ് മതിയാവുമായിരിക്കും. ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു വരുവോളേ. കഴിഞ്ഞിട്ട് ഇവരുടെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. നല്ല ചൂടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന്. നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ തന്നെ കട്ടി കുറഞ്ഞ അങ്ങനത്തെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് പ്രതീക്ഷ അത്ര ചൂട് ഇല്ല. എന്നാലും കോട്ടൺ ഇനി ഇവിടുത്തെ ചൂട് വെച്ച് നോക്കുമ്പോഴേ അവിടെ ചിലപ്പോൾ ചൂട് കൂടുതൽ തന്നെ ആയിരിക്കും. നമുക്ക് ഇവിടെയൊക്കെ പ്രത്യേകിച്ചും കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ്. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ 30-35 അങ്ങനെ എങ്ങാണ്ടൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഇവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും ഇവിടെ നിന്ന് പോകുന്നതായതുകൊണ്ട്. അപ്പോൾ പോയിട്ട് വന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം കേട്ടോ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരുപാട് പേര് എന്നെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞത്.
വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ പറയാം കേട്ടോ. കുറച്ചുകൂടി ഉണ്ണിയപ്പം ഉണ്ടാക്കാനുണ്ട്. അപ്പം ഞാൻ കുറേ പണികളുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ പോവുമല്ലേ, പോകുന്നതിന് മുന്നേ നമുക്ക് ചെയ്ത് വെക്കാനുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി പോയിട്ട് ചെയ്യണം. രാത്രി ആകുമ്പോഴത്തേക്ക് വണ്ടി വരും. 8 പേരായതുകൊണ്ട് ഒരു സൈലോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സൈലോണാണ് കേട്ടോ പോകണം. ബാഗും സാധനങ്ങളും 8 പേരും കൂടെ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അങ്ങ് പോവാം. കുറച്ച് ഇതപ്പം ഉണ്ടാക്കി ഇനി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണേ. ഇത് ഇടയ്ക്കുണ്ട് കരിഞ്ഞൊക്കെ പോയി. അത് ആദ്യമേ ഇട്ട് നല്ല ചൂടായിരുന്നു. ഓല എടുക്കാൻ വേണ്ടിയിട്ട് പല്ലിയറയ്ക്ക് പോയതായിരുന്നേ. നമുക്ക് ഈ തീ പിടിപ്പിക്കാനൊക്കെയായിട്ട് നല്ല തണുപ്പ് കാലം മഴക്കാലമൊക്കെ ആകുമ്പോൾ ഓല ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എത്ര കുഞ്ഞ് ചുള്ളി വിറകാണെങ്കിലും തീ പിടിച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓല ഉണ്ടെങ്കിൽ വേഗം കത്തിപ്പിടിക്കും. ഒരു പേപ്പർ വെച്ചങ്ങ് ഓല കത്തിച്ചിട്ട് പിന്നെ അങ്ങ് ചുള്ളി വിറക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് വിചാരിക്കായിരുന്നു ഓല പോയി എടുക്കണം എന്നുള്ളത്. നമുക്ക് ഓരോ തിരക്കും കാര്യങ്ങളും, നമുക്ക് അച്ചാറിടലും അതിൻ്റെ പാക്കിങ് കൊറിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായതുകൊണ്ട് കുറേ ദിവസമായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ മഴയൊക്കെ പെയ്യുന്നതിന് മുന്നേ ഓല എടുത്ത് വെക്കണം കേട്ടോ. വേനൽ മഴയൊക്കെ ഒന്ന് ചാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓലയൊക്കെ വേഗം കുത്തിപ്പോകാൻ കൊള്ളത്തില്ല ഓല. അപ്പം അതിന് മുന്നേ എടുക്കണം എന്നൊക്കെ ഒരുപാട് ദിവസമായിട്ട് വിചാരിച്ചിട്ട് ഇന്നാട്ടോ ഒന്ന് പോകാൻ പറ്റിയത്. അപ്പോൾ പോയിട്ട് കുറച്ച് ഓലയൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പിന്നെ അമ്മ വെട്ടി വെച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി എടുത്തിട്ട് വരാനായിട്ട് അങ്ങനെ പോയതായിരുന്നു. പിള്ളേരും ഉണ്ടായിരുന്നു പറമ്പിൽ കൂടെ. അവരും കളിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് പോവാതെ എൻ്റെ പുറകെ വന്നേക്കുമായിരുന്നു കേട്ടോ. അവരവിടെ വന്നിട്ട് അവർ വാളയൊക്കെ എടുത്തിട്ട് കളിയും അങ്ങനെ ഓരോ കളികളായിരുന്നു. അവർ പോകുന്നുണ്ടായിരുന്നില്ല. അത് ഈ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് വലിയ കാടൊന്നുമില്ല, എന്നാലും ചെറിയ കാടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ചെരുപ്പൊന്നും ഇടാതെ വന്ന് കളിയാണ്. ഇവരങ്ങനെ പറമ്പിൽ കൂടെ നടക്കുമ്പോഴായാലും വീട്ടിൽ കൂടെ നടക്കുമ്പോഴൊന്നും ചെരുപ്പെടുത്തില്ല. അവരെ നിർബന്ധിച്ചിരിക്കണം. തനുവൊക്കെ പണ്ട് മുതലേ അങ്ങനെ തന്നെ ചെരുപ്പ് ഒട്ടും ഇടത്തില്ല കേട്ടോ. പിന്നെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് നല്ല കട്ടിയാവും, പെട്ടെന്നൊന്നും ഒരു മുള്ളു കുത്തത്തില്ല. പിന്നെ ഞങ്ങൾ പഴനിക്കൊക്കെ പോയ സമയത്തെ ഞങ്ങൾക്കൊന്നും ആ തറയിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. ചൂടായിട്ട് അത്രയും ചൂടായിരുന്നു. ഇവർക്ക് പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവരിങ്ങനെ നടന്ന് ശീലിച്ചിട്ട് ഇവർക്കങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല. കുറേ നേരത്തിൽ കൂടെ കളിച്ചു പറമ്പിൽ കൂടെയൊക്കെ. പിന്നെ തൊട്ടപ്പുറത്തായിട്ടൊരു ചെറിയ റോഡുണ്ട്. പണ്ടത്തെ റോഡായിരുന്നേ. ഇപ്പം അതും ആരും അങ്ങനെ ഉപയോഗിക്കാതെ ചെറിയൊരു നടവഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ കൂടെ കുറേ നേരം പാളയൊക്കെ വലിച്ച് കളിക്കുന്നുണ്ടായിരുന്നു മാറി മാറി. പാമ്പൊക്കെ ഉണ്ടാവില്ലേന്ന് ഒരുപാട് പേര് ചോദിക്കും കേട്ടോ. ഇപ്പോൾ പാമ്പ് വളരെ കുറവാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നിന്ന് ഒരുപാട് പാമ്പ് പറമ്പിൽ കാണുമായിരുന്നു. ഇപ്പോൾ പക്ഷെ അങ്ങനെ കാണലില്ല കേട്ടോ. മയിലൊക്കെ കൂടിയിട്ടാണോ എന്നറിയില്ല. ഈ മയിലുകൾ കൂടുതലാണെങ്കിൽ പാമ്പുകളെ തിന്നും. അങ്ങനെ പാമ്പിൻ്റെ എണ്ണം നമുക്കങ്ങനെ കാണില്ല. നമ്മുടെ അവിടെ കാരണം വീടിൻ്റെ തൊട്ട് അവിടെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട് കേട്ടോ. പൂച്ച പോയി കാട്ടിൽ പോയി പിടിച്ചിട്ട് വന്നിട്ടൊക്കെ അങ്ങനെയൊക്കെ കാണലുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ ഒന്നും അങ്ങനെയൊന്നും പാമ്പുകളെ പഴയ പോലെ ഒന്നും ഇപ്പോൾ കാണാനില്ല. ഞാൻ ഇവർ കളിക്കുന്ന സമയത്ത് ഓലയൊക്കെ വെട്ടിയെടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇവരെ പിന്നെ വീട്ടിലോട്ട് കൊണ്ടുവന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പം അവിടെ എല്ലാ പിള്ളേരും ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും സൈക്കിൾ എടുത്തിട്ട് കളിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ സ്കൂളും കൂടെ അടച്ചേക്കുന്നതുകൊണ്ടേ എല്ലാവരും ഇങ്ങനെ അവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഏട്ടനുണ്ടായിരുന്നു അവിടെ, വല്യമ്മയുടെ മോൻ. അപ്പോൾ എന്തോ പലഹാരമൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിള്ളേരെ എല്ലാവരും കൂടെ കണ്ടപ്പം ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. രാവിലെ മുതൽ കളിച്ച് ക്ഷീണിച്ചിരിക്കുമായിരുന്നു എല്ലാവരും. അപ്പോൾ അവർക്കൊക്കെ കഴിക്കാനായിട്ട് പലഹാരം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. തനുയാമിയാണ് അതിൽ ഏറ്റവും ചെറുതേ. അവർക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമായിരുന്നു. ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, കറക്റ്റ് മുറിച്ച് കൊടുക്കാനായിട്ടുള്ളത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഋഷിക്കൊട്ടിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓലയൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നേ. ഇതേ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് ഇത്രയും ഉണ്ടേ. അപ്പോൾ കവറിലിട്ട് കൊടുത്തുവിടാം. നമ്മുടെ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന പോലത്തെ കവറാണ്. നമുക്ക് അതിൻ്റെ അകത്തിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത കവറിലിടാം. മതി. ഒന്നും കൂടി ഇട്ടാലോ? ഒന്നും കൂടി ഇട്ടോ. കരിഞ്ഞതായി പോയല്ലോ അത്. എനിക്ക് വേണം. കരിഞ്ഞതാണ് ഇഷ്ടപ്പെട്ടേ. കടിച്ചിട്ട് ഇല്ല ഇടരുത് കേട്ടോ. ജിച്ചന് കഴിക്കാൻ കൊടുക്കാം. അവര് പോകാൻ റെഡി ആയിട്ടോ. അപ്പോൾ വണ്ടി വരും. സമയം 9 മണിയായി. ഇപ്പോഴത്തേക്ക് ഈ സമയത്തൊക്കെ വരാനാട്ടോ പറഞ്ഞേക്കുന്നേ. വണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇവർ ഇറങ്ങി. മൊത്തം 6 പേരുണ്ട്. അപ്പോൾ ഇവരും കൂടെ 8 പേര് കേട്ടോ. ഇച്ചിരി പാടായിരുന്നു കേട്ടോ വണ്ടിയിൽ ഇരിക്കാനായിട്ട്. സെൻട്രൽ സീറ്റിൽ 2 പേർക്ക് ഇരിക്കാനുള്ള സീറ്റായിരുന്നു. ഇടയിൽ ഒരു ബേബി സീറ്റ് ഉണ്ട്. അതൊട്ടും കറക്റ്റ് ആയിരുന്നില്ല. ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നേ. അത് അത്രയും ദൂരം കൂടെ പോയപ്പോൾ ഇവർക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇരിക്കാനായിട്ട്. മുകളിലായിട്ട് നമ്മൾ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കവർ വെച്ചിട്ടുണ്ടായിരുന്നു. അഥവാ ഇനി വല്ല മഴയും പെയ്തിട്ടുണ്ടെങ്കിൽ ബാഗ് മുകളിൽ വെറുതെ വെച്ചേക്കുമായിരുന്നേ.
പിന്നെ ഇനി ഇവിടുന്ന് എറണാകുളം വരെ പോകണം. തനിക്കുഞ്ഞും ഋഷിക്കുഞ്ഞും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരെ യാത്രയാക്കി, തനിക്കുഞ്ഞും അവരെ യാത്രയാക്കിയിട്ട് തിരിച്ചു വരുവാണ്. അവർ പോകുന്ന ഒരു സങ്കടമുണ്ട് ആൾക്ക്. അച്ഛയും അമ്മയും അവരെല്ലാവരും വന്ന് പോയിട്ട് വണ്ടിയിൽ പോയി. ഇനി അവർക്ക് കുറച്ച് നേരത്തെ യാത്രയാണ്. ഇവിടുന്ന് അട്ടപ്പാടിയിൽ നിന്ന് കുറേ ദൂരമുണ്ട് എയർപോർട്ടിലോട്ടില്ലേ. ഞാൻ രാവിലെ ഒരു സമയം, ഒരു 5 മണി സമയത്തൊക്കെയാണ് കേട്ടോ നമ്മൾ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ഒരു ഭക്ഷണം കഴിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ ഭക്ഷണം എന്തെങ്കിലും വാങ്ങിയിട്ട് പോവുക വേണം. അതിന് എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഉണ്ണിയപ്പൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ ഇനി കിടക്കാനായിട്ട് പോവാം. സമയം 10 മണിയായി. നമുക്ക് കിടക്കാൻ പോവാം. കിടക്കാൻ പോവാം. ശരി, സിനിമ ഉണ്ട്. അമ്മ കിടക്കുക കേട്ടോ. അമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ട്. ശരി, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ, ടേക്ക് കെയർ.